നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ജയിലിൽ കിടത്തിയവൻ ഇനി അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കണ്ട. അവന്റെ ജീവിതം ഞാൻ താറുമാറാക്കും. അവന്റെ ഫോട്ടോ മതിയോ? മതി. ഇപ്പൊ തരാം. ഞാൻ കരുതിയത് വന്നത് അനീഷേനും ദേവികേച്ചായിരിക്കും. കഷ്ടം, ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാതായി പോയല്ലോ നിനക്ക്. ഇനി അമ്മയും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കോ. എല്ലാവർക്കും തൃപ്തിയാവട്ടെ. എടി, നീ ഒന്ന് സമാധാനിക്കേ. എന്റെ മനസ്സിൽ വേറൊരു പദ്ധതി ഉണ്ട്. എന്ത് പദ്ധതി? നിന്റെ ജീവിതം കുളം തോണ്ടിയതിന് ദേവികയും ഗോപികയും ഞാനൊരു പാഠം പഠിപ്പിക്കും. എങ്ങനെ? ഭദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ സഹായത്തോടെ ദേവികയുടെയും ഗോപികയുടെയും ജീവിതം ഞാനൊരു നാടകമാക്കി മാറ്റും. മോളിതുവരെയൊന്നും കഴിച്ചില്ലല്ലോ. ഇത് കഴിക്കേ. എനിക്ക് ആരുടെ ഒരു സിമ്പതിയും വേണ്ട. കൊണ്ടുപോ. മോളെ, നീ ഫുഡ് കഴിക്കേ. കൊണ്ടുപോവാനല്ലേ പറഞ്ഞ? കൊണ്ടുപോ. അഞ്ചിതേ. അന്നം ദൈവമാണ്. അത് തട്ടിയെറിഞ്ഞത് മഹാപാപവും. എന്നോടും ഗോപികയോടുള്ള ദേഷ്യം നീ ആഹാരത്തിനോട് കാണിക്കണ്ട. ഭദ്ര, സുഖാണോ? സുഖകരമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദേവിയെ കെട്ടിച്ചേരെന്നും പറഞ്ഞ് കുറെ കാശടിച്ച് മാറ്റിയിട്ട് കാലി മാറിയവരല്ലേ നിങ്ങള്? നിങ്ങൾ ഇപ്പൊ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കാര്യമുണ്ട്. എന്നാ അത് പറ. നാട്ടിലെ ഋഷിന്നൊരുത്തൻ ഗോപികയുടെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അറിയാം. അവനാ സ്വർണ്ണമ്മയുടെ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ദേവികയെ സഹായിച്ചത്. അങ്ങനെ സഹായിച്ച് അവനിപ്പോ ഗോപികയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഓ, അവൻ ഗോപിയെ കെട്ടിയോ? ഓ, അതൊക്കെ വലിയ കഥയാ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം പറഞ്ഞു വന്നത് പൂർത്തിയാക്കട്ടെ. നിന്നെ ജയിലിലാക്കാൻ വേണ്ടി ഈ ദേവികയ്ക്ക് ധൈര്യം കൊടുത്തത് അവനാ. അവൻ കൊടുത്ത പിൻബലത്തിലാ ഭദ്രനെ അവൾ ജയിലിൽ കിടത്തിയത്. നിങ്ങളീ പറഞ്ഞൊക്കെ സത്യമാണോ? അയ്യോ, ഞാനെന്തിനു കള്ളം പറയണം? പറഞ്ഞതൊക്കെ 100% സത്യ. ഇങ്ങനൊരാളില്ലെങ്കിൽ ദേവിക ചേച്ചിക്ക് ഭദ്രേട്ടനെ എങ്ങനെ ജയിലിലാക്കാൻ പറ്റും? ഭദ്രേട്ടൻ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതെ, ഋഷി അവനിപ്പോ എവിടെ ഉണ്ട്? അയാൾ ഈ സിറ്റി തന്നെ ഉണ്ട്.
നിങ്ങൾ അവനെ എനിക്കൊന്ന് കാണിച്ച. എന്നെ ജയിലിൽ കിടത്തി അവൻ ഇനി അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കണ്ട. അവന്റെ ജീവിതം ഞാൻ താറുമാറാക്കും. അവന്റെ ഫോട്ടോ മതിയോ? മതി. ഇപ്പൊ തരാം. അല്ല, അതൊക്കെ പോട്ടെ. എന്റെ ദേവുട്ടി ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തു പറയാനാ, അവളെ ഇപ്പൊ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള അഹങ്കാരത്തില് ചുറ്റിക്കറങ്ങി നടക്കുകയല്ലേ. അവളിപ്പൊ അങ്ങനെ ചുറ്റി തിരിയട്ടെ. പക്ഷേ അധികം വൈകാതെ തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. എന്താ സിദ്ധു ഇത്? നീ കസേര ഇരുന്നേ. സിദ്ധു നോക്കിക്കോട്ടെ മാമ. അബി, ഇതുപോലൊരു ടോയ് എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ കാണാനില്ല. ഈ ടോയ് എനിക്ക് തരുമോ? അയ്യോ, ഇത് ടോയ് ഒന്നുമല്ല ഏട്ടാ. ആ പിന്നെ ഇത് പെൻഡ്രൈവാ. എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. കുട്ടാ, ആ മോനെ. എന്താ ചെറിയച്ചാ? അല്ല മോനെ, ഇതുപോലൊരു ടോയ് മോന്റെ കയ്യിലുണ്ടായിരുന്നു മോൻ പറഞ്ഞില്ലേ? ആ ഉണ്ടായിരുന്നു. അതിപ്പോ എവിടെ പോയി? അതെവിടെ പോയി? അതല്ലേ ചെറിയ നിന്നോട് ചോദിക്കുന്നേ, അതിപ്പോ എവിടെ പോയിന്ന്? അതെവിടെ പോയേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.